നമസ്കാരം, ഏവർക്കും ആഷിക്കോൺ ലാബിലേക്ക് സ്വാഗതം. നമ്മുടെ ടീമിൽ നിന്നുണ്ടായ ഏറ്റവും പ്രധാനപ്പെട്ട കമന്റ്സുകളിൽ ഒന്നായിരുന്നു +1 ഇംപ്രൂവ്മെന്റിന് വേണ്ടിയുള്ള വീഡിയോ തയ്യാറാക്കണമെന്നത്. ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് +1 ഇംപ്രൂവ്മെന്റ് എക്സാമിന് വേണ്ടിയുള്ള വീഡിയോസ് മാത്രമാണ്. ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നതായിരിക്കും. ഏറ്റവും കൂടുതൽ മാർക്ക് നേടാൻ ഈ വീഡിയോസ് നിങ്ങൾക്ക് സഹായകമായിരിക്കും. ഇന്ന് നമ്മൾ പ്രധാനമായിട്ടും ഉൾപ്പെടുത്തിയിരിക്കുന്ന രണ്ടാമത്തെ ചാപ്റ്ററിന്റെ ടോപ്പിക്കാണ് പ്ലാനിംഗ് 5 ഇയർ പ്ലാൻസ്. അതുപോലെ തന്നെ 5 ഇയർ പ്ലാൻസിന്റെ ഒബ്ജക്റ്റീവ്സ് എന്തെല്ലാമാണെന്ന് നോക്കാം. എന്താണ് പ്ലാനിംഗ്? പ്ലാനിംഗ് എന്താണെന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. പ്ലാനിംഗ് ഈസ് എ process by which resources are allocated according to predetermined manner so as to achieve certain goals within a specified period of time. ശ്രദ്ധിക്കുക, planning is a process by which resources are allocated according to predetermined manner so as to achieve certain goals within a specified period of time. എങ്ങനെയാണ്? വളരെ സിമ്പിൾ ആയിട്ട് പഠിക്കുക. പ്ലാനിംഗ് ഈസ് എ പ്രോസസ്. പ്ലാനിംഗ് എന്ന് പറയുന്നത് ഒരു പ്രക്രിയയാണ്. ചില ലക്ഷ്യങ്ങൾ നേടുന്നതിന് വേണ്ടി മുൻകൂട്ടി നിശ്ചയിച്ച രീതിയിൽ വിഭവങ്ങളെ പങ്കിടുക. അതാണ് പ്ലാനിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് നിശ്ചിത സമയ പരിധിക്കുള്ളിൽ ചില ലക്ഷ്യങ്ങൾ നേടുന്നതിന് വേണ്ടി വിഭവങ്ങൾ മുൻകൂട്ടി നിശ്ചയിച്ച രീതിയിൽ പങ്കിടുന്നതിനെയാണ് നമ്മൾ പ്ലാനിംഗ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. സാധാരണ നമ്മൾ പ്ലാനിംഗ് എന്നുള്ള വാക്ക് അല്ലെ, ഞാൻ പ്ലാൻ ചെയ്യട്ടെ അല്ലെങ്കിൽ നമ്മൾ പ്ലാൻ ചെയ്യാം അല്ലെ, അങ്ങനെ പറയാറുണ്ടല്ലോ അല്ലെ. അപ്പൊ പ്ലാനിംഗ് ഈസ് എ പ്രോസസ് ബൈ വിച്ച് റിസോഴ്സസ് ആർ അലോക്കേറ്റഡ്. റിസോഴ്സസ് വിഭവങ്ങൾ നമ്മൾ എന്ത് ചെയ്യുന്നു? അലോക്കേറ്റ് ചെയ്യുന്നു അല്ലെ, ഒരുമിപ്പിക്കുന്നു. എന്തിനു വേണ്ടിയിട്ട്? അക്കോർഡിംഗ് ടു പ്രീ ഡിറ്റർമിൻഡ് മാനർ, മുൻകൂട്ടി നിശ്ചയിക്കപ്പെട്ട രീതിയിൽ. പ്രീ ഡിറ്റർമിൻഡ് മാനർ അല്ലെ, മുൻകൂട്ടി നിശ്ചയിക്കപ്പെട്ട രീതിയിൽ. സോ ആസ് ടു അച്ചീവ് സർട്ടൻ ഗോൾസ്, എന്തിനു വേണ്ടിയിട്ടാണ്? ചില ലക്ഷ്യങ്ങൾ നേടുന്നതിന് വേണ്ടി അല്ലെ, ചില ഗോൾസ് നേടിയെടുക്കുന്നതിന് വേണ്ടി വിത്തിൻ എ പീരിയഡ് ഓഫ് ടൈം, സ്പെസിഫൈഡ് പീരിയഡ് ഓഫ് ടൈം. നിശ്ചിത സമയ പരിധിക്കുള്ളിൽ മുൻകൂട്ടി നിശ്ചയിച്ച രീതിയിൽ ചില ലക്ഷ്യങ്ങൾ നേടുന്നതിന് വേണ്ടി വിഭവങ്ങൾ പങ്കിടുന്ന പ്രക്രിയയ്ക്ക് പറയുന്ന പേരാണ് പ്ലാനിംഗ്. ക്ലിയർ അല്ലേ? ഓക്കെ. ഇനി പ്ലാനിംഗ് കമ്മീഷൻ വാസ് സെറ്റപ്പ് ഇൻ 1950. അതായത് ഇൻ ഇന്ത്യ പ്ലാനിംഗ് കമ്മീഷൻ വാസ് സെറ്റപ്പ് ഇൻ 1950. ഇന്ത്യയിൽ പ്ലാനിംഗ് കമ്മീഷൻ, ആദ്യത്തെ പ്ലാനിംഗ് കമ്മീഷൻ നിലവിൽ വന്നത് 1950കളിലാണ്. ശ്രദ്ധിക്കുക, സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യ ഒരു മിക്സ്ഡ് എക്കോണമി എന്ന ഒരു സമ്പദ് വ്യവസ്ഥയാണ് തെരഞ്ഞെടുത്തത്. ആ സമ്പദ് വ്യവസ്ഥ തെരഞ്ഞെടുത്തത് പിന്നാലെ തന്നെ ഇന്ത്യയിൽ പ്ലാനിംഗ് കമ്മീഷൻ രൂപീകരിച്ചു. ഇന്ത്യയിലെ പ്ലാനിംഗ് കമ്മീഷൻ രൂപവൽക്കരിച്ചത് അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റുവിന്റെ നേതൃത്വത്തിലായിരുന്നു. ക്ലിയർ ചെയ്യുക, ഇന്ത്യയിൽ പ്ലാനിംഗ് കമ്മീഷൻ രൂപീകരിച്ചത് ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയായ ജവഹർലാൽ നെഹ്റുവിന്റെ നേതൃത്വത്തിലാണ്. അത് നിലവിൽ വന്നത് 1950ലാണ്, 1950s. ഓക്കെ. ഇൻ ഇന്ത്യ പ്ലാനിംഗ് കമ്മീഷൻ വാസ് സെറ്റപ്പ് ഇൻ 1950s. ക്ലിയർ അല്ലേ? 1950ലാണ് ഇന്ത്യയിൽ പ്ലാനിംഗ് കമ്മീഷൻ നിലവിൽ വരുന്നത്. പ്ലാനിംഗ് കമ്മീഷന്റെ ചെയർമാൻഷിപ്പ് എല്ലായ്പ്പോഴും ആരായിരിക്കും? പ്രൈം മിനിസ്റ്റർ ആയിരിക്കും. ഓക്കെ. ഇന്ത്യൻ പ്ലാനിംഗ് കമ്മീഷന്റെ ചെയർമാൻ ആരാണെന്ന് ചോദിച്ചാൽ എപ്പോഴും നമുക്ക് പറയാവുന്ന ഉത്തരം ആരാണ്? പ്രൈം മിനിസ്റ്റർ ആണ്. അത് ഓരോ കാലയളവിലെയും പ്രൈം മിനിസ്റ്റേഴ്സിൽ വ്യത്യാസം ഉണ്ടാകും. ഓക്കെ. എല്ലായ്പ്പോഴും നമ്മളെ ആൻസർ പറയുന്നത് എന്താണ്? ചെയർമാൻഷിപ്പ് ഓഫ് പ്ലാനിംഗ് കമ്മീഷൻ എന്ന് ചോദിച്ചാൽ, അതായത് പ്ലാനിംഗ് കമ്മീഷന്റെ ചെയർമാൻ ആരാണെന്ന് ചോദിച്ചാൽ പ്രൈം മിനിസ്റ്റർ ആണ്. ഓക്കെ. ഇപ്പോൾ നിലവിലുള്ള പ്ലാനിംഗ് കമ്മീഷന്റെ ചെയർമാൻ ആരായിരിക്കും? അപ്പോ അല്ലെ, നിലവിലുള്ള പ്രധാനമന്ത്രി ആയിരിക്കും. മനസ്സിലാവുണ്ടല്ലോ? അപ്പോ ഓരോ കാലയളവിലെയും പ്രധാനമന്ത്രിമാരായിരിക്കും പ്ലാനിംഗ് കമ്മീഷന്റെ ചെയർമാൻ. പ്ലാനിംഗ് കമ്മീഷൻ നിലവിൽ വരുന്നത് 1950കളിലാണ്. ഓക്കെ. ഇന്ത്യയുടെ ആദ്യത്തെ പ്ലാനിംഗ് കമ്മീഷൻ ചെയർമാൻ ആരായിരുന്നു? ജവഹർലാൽ നെഹ്റു ആയിരുന്നു.
അല്ലെ? പ്ലാനിംഗ് കമ്മീഷന്റെ ചെയർമാൻ എല്ലായ്പ്പോഴും ആരായിരിക്കും? പ്രധാനമന്ത്രി ആയിരിക്കും, അല്ലെ? പ്ലാനിംഗ് കമ്മീഷന്റെ ചെയർമാൻ എല്ലായ്പ്പോഴും പ്രധാനമന്ത്രി ആയിരിക്കും. ഓക്കെ, ക്ലിയർ ആണല്ലോ? യെസ്, ഇതിൽ നിങ്ങൾക്ക് ഒരു ചോദ്യം ഷുവർ ആയിട്ടും ഉണ്ടാകും. ഇത് നമ്മൾ പഠിക്കാൻ പോകുന്നത് 5 ഇയർ പ്ലാൻസിനെ കുറിച്ചാണ്. എന്താണ് 5 ഇയർ പ്ലാൻ? 5 ഇയർ പ്ലാൻ നമ്മൾ എവിടെ നിന്നാണ് കടം കൊണ്ടത്, അതുപോലെ തന്നെ 5 ഇയർ പ്ലാൻസിന്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ് തുടങ്ങിയവയാണ് പഠിക്കാൻ പോകുന്നത്. നോക്കാം. ഇന്ത്യ സ്റ്റാർട്ടഡ് പ്ലാനിംഗ് 1951 ഓൺവേർഡ്സ്. ഇന്ത്യയില് പ്ലാനിംഗ് ആരംഭിച്ചത് 1951 മുതലാണ്. ഇന്ത്യയിൽ പ്ലാനിംഗ് ആരംഭിച്ചത് 1951 മുതലാണ്. 5 ഇയർ പ്ലാൻസിന്റെ കാര്യമാണ് നമ്മൾ പറയുന്നത്. ഇന്ത്യയിൽ 5 ഇയർ പ്ലാൻസ് തുടങ്ങുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ ഇന്ത്യയിൽ പഞ്ചവത്സര പദ്ധതികൾ ആരംഭിച്ചത് 1951 മുതലാണ്. ഈ പഞ്ചവത്സര പദ്ധതി എന്ന് പറയുന്ന ആശയം ഇന്ത്യ കടം കൊണ്ടത് സോവിയറ്റ് മോഡൽ 5 ഇയർ പ്ലാൻസിൽ നിന്നാണ്. എന്താണ് സോവിയറ്റ് മോഡൽ 5 ഇയർ പ്ലാൻസ്? സോവിയറ്റ് യൂണിയനിലാണ് ലോകത്ത് ആദ്യമായിട്ട് പ്ലാനിംഗ് നടപ്പിലാക്കുന്നത്. അപ്പോൾ സോവിയറ്റ് യൂണിയന്റെ, അതായത് ഇന്നത്തെ റഷ്യ എന്ന് പറയുന്ന രാജ്യത്ത് നടപ്പിലാക്കിയ പ്ലാനിങ്ങിനെ കടമെടുത്തുകൊണ്ടാണ് ഇന്ത്യയിൽ പഞ്ചവത്സര പദ്ധതികൾ നടപ്പിലാക്കാൻ ഇന്ത്യ ശ്രമിച്ചത്. ഓക്കെ, 1951 ഇന്ത്യയിൽ പഞ്ചവത്സര പദ്ധതികൾ ആരംഭിക്കുന്നത്. ഈ പഞ്ചവത്സര പദ്ധതികൾ ആരംഭിക്കാൻ വേണ്ടി നമ്മൾ ഈ ആശയങ്ങൾ, പഞ്ചവത്സര പദ്ധതികൾ എന്ന് പറയുന്ന ആശയങ്ങൾ കടം കൊണ്ടത് സോവിയറ്റ് യൂണിയനിൽ നിന്നാണ്, അതായത് ഇന്നത്തെ റഷ്യയിൽ നിന്നാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇങ്ങനെ പഠിക്കാം. ഇന്ത്യ അഡോപ്റ്റഡ് സോവിയറ്റ് മോഡൽ 5 ഇയർ പ്ലാൻസ്. ഇന്ത്യ അഡോപ്റ്റഡ് സോവിയറ്റ് മോഡൽ 5 ഇയർ പ്ലാൻസ്. ഇന്ത്യ സോവിയറ്റ് മോഡൽ 5 ഇയർ പ്ലാൻസ് ആണ് അഡോപ്റ്റ് ചെയ്തത്. അത് റഷ്യയിൽ നിന്നാണ്, അല്ലെങ്കിൽ സോവിയറ്റ് യൂണിയനിൽ നിന്നാണ്. ഓക്കെ, ഇന്ത്യയിൽ പ്ലാനിംഗ് ആരംഭിച്ചത് 1951 മുതലാണ്. ഇന്ത്യ സ്റ്റാർട്ടഡ് ഇറ്റ്സ് 5 ഇയർ പ്ലാൻസ് ഇൻ 1951. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഇന്ത്യയിൽ പ്ലാനിംഗ് ആരംഭിക്കുന്നതിന് ഏറ്റവും പ്രാമുഖ്യം നൽകിയ വ്യക്തിയാണ് PC മഹലനോബിസ്. ആരാണ്? PC മഹലനോബിസ്. പേര് മറക്കാതിരിക്കുക. ഒബ്ജക്റ്റീവില് നിർബന്ധമായിട്ടും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് PC മഹലനോബിസ് ആരാണ് എന്നുള്ളത്. ഇന്ത്യയിലെ പ്ലാനിംഗ് ആരംഭിച്ച വ്യക്തിയാണ്, അല്ലെങ്കിൽ ഇന്ത്യയുടെ പ്ലാനിങ്ങിന്റെ ശില്പി എന്നറിയപ്പെടുന്നത് ആരാണ്? PC മഹലനോബിസ് ആണ്. ഓക്കെ, ആർക്കിടെക്ട് ഓഫ് ഇന്ത്യൻ പ്ലാനിംഗ് എന്ന് പറയുന്നത് PC മഹലനോബിസ് ആണ്. ക്ലിയർ അല്ലേ? അദ്ദേഹം ഒരു സ്റ്റാറ്റിസ്റ്റീഷ്യൻ ആണ്. ഓക്കെ, ഇന്ത്യൻ പഞ്ചവത്സര പദ്ധതിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ പെർസ്പെക്റ്റീവ് പ്ലാനിംഗ് എന്നുള്ളതായിരുന്നു. ഇന്ത്യസ് പ്ലാനിംഗ് ഈസ് എ പെർസ്പെക്റ്റീവ് പ്ലാനിംഗ്. എന്താണ് പെർസ്പെക്റ്റീവ് പ്ലാനിംഗ്? പെർസ്പെക്റ്റീവ് പ്ലാനിംഗ് ഈസ് എ ലോങ് ടേം പ്ലാനിംഗ്. പെർസ്പെക്റ്റീവ് പ്ലാനിംഗ് ഈസ് എ ലോങ് ടേം പ്ലാനിംഗ് എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ അതായത് ഏകദേശം 20 വർഷ കാലയളവിലേക്ക് വേണ്ടിയാണ് നമ്മൾ രാജ്യത്തിലെ സാമ്പത്തിക വിഭവങ്ങളെ ആസൂത്രണം ചെയ്യുന്നതെങ്കിൽ, അല്ലെങ്കിൽ അതിനെ പങ്കിട്ടെടുക്കുന്നതെങ്കിൽ, വിഭവങ്ങളെ പങ്കിട്ടെടുക്കുന്നതെങ്കിൽ, അത്തരം ഒരു പ്ലാനിങ്ങിന് പറയുന്ന പേരാണ് പെർസ്പെക്റ്റീവ് പ്ലാനിംഗ്. നമ്മൾ പഠിച്ചതൊക്കെയാണ്. ഇന്ത്യയിൽ 5 ഇയർ പ്ലാൻസ് സ്റ്റാർട്ട് ചെയ്തത് 1951 മുതലാണ്. സോവിയറ്റ് യൂണിയനിൽ നിന്ന് കടം കൊണ്ടുകൊണ്ടാണ് ഇന്ത്യയിലെ പ്ലാനിംഗ് ആരംഭിക്കുന്നത്. ഇന്ത്യയിലെ പ്ലാനിങ്ങിന്റെ ശില്പി, ദ ആർക്കിടെക്ട് ഓഫ് ഇന്ത്യൻ പ്ലാനിംഗ് എന്ന് പറയുന്നത് PC മഹലനോബിസ് ആണ്. ഇന്ത്യൻ പ്ലാനിങ്ങിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത അതൊരു പെർസ്പെക്റ്റീവ് പ്ലാനിംഗ് ആയിരുന്നു. എന്താ പെർസ്പെക്റ്റീവ് പ്ലാനിംഗ്? ലോങ് ടേം പ്ലാനിങ്ങിന് വിളിക്കുന്ന പേരാണ് എന്ത്? പെർസ്പെക്റ്റീവ് പ്ലാനിംഗ് എന്നുള്ളത്. ഓക്കെ, ഈ ലോങ് ടേം എത്ര കാലയളവ് വരെയാണ്? 20 വർഷക്കാലത്തെയാണ് നമ്മൾ ലോങ് ടേം പ്ലാനിംഗ് അഥവാ പെർസ്പെക്റ്റീവ് പ്ലാനിംഗ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഇനി നമുക്ക് പഠിക്കാനുള്ളത് പ്ലാനിങ്ങിന്റെ, പഞ്ചവത്സര പദ്ധതിയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ്. പഞ്ചവത്സര പദ്ധതികളുടെ ലക്ഷ്യങ്ങൾ. ഓക്കെ, ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് 5 ഇയർ പ്ലാൻസ്. ഇന്ത്യയിൽ നടപ്പിലാക്കിയ പഞ്ചവത്സര പദ്ധതികളുടെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ 4 എണ്ണമാണുള്ളത്. ഒന്നാമത്തേത് ഗ്രോത്ത് ആണ്, ദാറ്റ് മീൻസ് എക്കണോമിക് ഗ്രോത്ത്. 2 മോഡേണൈസേഷൻ. 3 സെൽഫ് റിലയൻസ്.
4 ഇക്വിറ്റി. ഓക്കെ, അപ്പോ ഇന്ത്യയിൽ നടപ്പിലാക്കിയ പഞ്ചവത്സര പദ്ധതി 1951 മുതൽ ഇന്ത്യയിൽ പഞ്ചവത്സര പദ്ധതി നടപ്പിലാക്കി. ഈ പഞ്ചവത്സര പദ്ധതിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ 4 പറയുന്നത്. അതിൽ ഒന്നാമത്തത് ഗ്രോത്ത് ആണ്, ദാറ്റ് മീൻസ് എക്കണോമിക് ഗ്രോത്ത്, സാമ്പത്തിക വളർച്ച. രണ്ടാമത്തത് മോഡേണൈസേഷൻ, അതായത് ആധുനീകരണം അഥവാ ആധുനിക വൽക്കരണം. 3 സെൽഫ് റിലയൻസ്, സ്വാശ്രയത്വം. അതുപോലെ ഇക്വിറ്റി, ലാസ്റ്റ് പോയിന്റ് ആണ് ഇക്വിറ്റി, അതായത് സമത്വം അല്ലെങ്കിൽ തുല്യത എന്നുള്ളത്. ഓക്കെ, ഈ പോയിന്റ്സ് നിങ്ങൾ ഷുവർ ആയിട്ടും പഠിച്ചു വെക്കേണ്ടതുണ്ട്. ഇത് നിർബന്ധമായിട്ടും വരുന്ന ഒരു ഭാഗമാണ്, അത് മറക്കാതെ ഇരിക്കുക. ഓക്കെ, അപ്പൊ നോക്കാം. മുൻകൂട്ടി നിശ്ചയിക്കപ്പെട്ട രീതിയിൽ വിഭവങ്ങൾ പങ്കിടുന്നത് എന്തെല്ലാം കാര്യങ്ങൾക്ക് വേണ്ടിയാണ്? അത് രാജ്യത്തെ സാമ്പത്തിക വളർച്ചയ്ക്ക് വേണ്ടിയാണ്, അതുപോലെ തന്നെ രാജ്യത്തിന്റെ ആധുനീകരണത്തിന് വേണ്ടിയാണ്, ആധുനികവൽക്കരണത്തിന് വേണ്ടിയായിരിക്കും. അതുപോലെ സെൽഫ് റിലയൻസ്, മറ്റു രാജ്യങ്ങളെ കൂടുതൽ കാലം ആശ്രയിച്ച് നിലനിൽക്കുന്നത് ഒഴിവാക്കുക എന്നുള്ളതാണ് സെൽഫ് റിലയൻസ് എന്നുള്ളത്. അതുപോലെ തന്നെ ഇക്വിറ്റി, രാജ്യത്തിനകത്ത് സമത്വം കൊണ്ടുവരിക എന്നുള്ളത്. ഇത്തരം കാര്യങ്ങൾക്കാണ് 5 ഇയർ പ്ലാൻസിലെ വിഭവങ്ങൾ പങ്കിട്ടെടുക്കുമ്പോൾ ഏറ്റവും കൂടുതൽ പ്രാമുഖ്യവും പ്രാധാന്യവും നൽകുന്നത്. ഇതിന്റെ കൂടെ 1-2 കാര്യങ്ങൾ കൂടെ പറഞ്ഞോട്ടെ. അതായത് ഇന്ന് പഞ്ചവത്സര പദ്ധതികൾ അറിയപ്പെടുന്നത്, അല്ലെങ്കിൽ ഇപ്പോൾ പഞ്ചവത്സര പദ്ധതി അല്ലെങ്കിൽ 5 ഇയർ പ്ലാൻസ് എന്ന പേരിലല്ല ഈ ഇത്തരം ആസൂത്രണം അറിയപ്പെടുന്നത്. എന്ത് പേരിലാണ്? നീതി ആയോഗ് എന്ന പേരിലാണ് ഇപ്പോൾ പഞ്ചവത്സര പദ്ധതികൾ അറിയപ്പെടുന്നത്. മറക്കാതിരിക്കുക, പഞ്ചവത്സര പദ്ധതിയുടെ പുതിയ പേരാണ് നീതി ആയോഗ്. ഓക്കെ, അതുപോലെ തന്നെ ഒന്നാം പഞ്ചവത്സര പദ്ധതി 1951 മുതൽ 56 വരെയുള്ള കാലഘട്ടമാണ് ഒന്നാം പഞ്ചവത്സര പദ്ധതി 5 വർഷക്കാലത്തേക്ക് വേണ്ടി നടപ്പിലാക്കിയത്. ഇത് ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകിയത് അഗ്രികൾച്ചറൽ സെക്ടറിന്റെ ഗ്രോത്തിന് വേണ്ടിയായിരുന്നു. ഓക്കെ, ഒന്നാം പഞ്ചവത്സര പദ്ധതി ഇന്ത്യയിലെ അഗ്രികൾച്ചറൽ ഗ്രോത്തിന്റെ, അതായത് കൃഷിയുടെ അല്ലെങ്കിൽ ഗ്രാമവികസനത്തിന് കൃഷിയുടെ പ്രാധാന്യമാണ് ഒന്നാം പഞ്ചവത്സര പദ്ധതി ലക്ഷ്യം വെച്ചതെങ്കിൽ 1956 മുതൽ 1961 വരെയുള്ള കാലഘട്ടത്തിലെ രണ്ടാം പഞ്ചവത്സര പദ്ധതി ലക്ഷ്യം വെച്ചത് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റിന് വേണ്ടിയായിരുന്നു. അതായത് വ്യാവസായിക പുരോഗതി ലക്ഷ്യം വെച്ചുകൊണ്ടാണ് രണ്ടാം പഞ്ചവത്സര പദ്ധതി ആരംഭിച്ചത്. ഓക്കെ, അതുപോലെ തന്നെ അഞ്ചാം പഞ്ചവത്സര പദ്ധതി ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകിയത് ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് വേണ്ടിയാണ്. അഞ്ചാം പഞ്ചവത്സര പദ്ധതി ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകിയത് ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് വേണ്ടിയാണ്. ഇതൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്, 1 വേർഡിൽ ചോദിക്കുന്നതാണ്. 12ാം പഞ്ചവത്സര പദ്ധതി ഏറ്റവും കൂടുതൽ തവണ ചോദിച്ചിട്ടുള്ള ഒരു 1 വേർഡ് ക്വസ്റ്റ്യൻ ആണ്. 12ാം പഞ്ചവത്സര പദ്ധതി പ്രാധാന്യം നൽകിയത് ഏത് മേഖലക്കാണ്? ഇൻക്ലൂസീവ് ഗ്രോത്തിന് വേണ്ടിയാണ്. എന്താണ് ഇൻക്ലൂസീവ് ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ? സമഗ്ര വികസനം, അല്ലെ? രാജ്യത്തിന്റെ സർവ മേഖലകളുടെയും സമഗ്ര വികസനത്തിന് പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള ഒരു പ്ലാനിംഗ് ആയിരുന്നു ഏത്? 12ാം പഞ്ചവത്സര പദ്ധതി എന്ന് പറയുന്നത്. ഓക്കെ, 12ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലയളവ് 2012 മുതൽ 2017 വരെയാണ്. 13ാം പഞ്ചവത്സര പദ്ധതി മുതൽ ഇന്ത്യയുടെ 5 ഇയർ പ്ലാൻസ് അറിയപ്പെടുന്നത് നീതി ആയോഗ് എന്ന പേരിലാണ്. മറക്കാതിരിക്കുക. ഓക്കെ, നീതി ആയോഗിന്റെയും ചെയർമാൻ ആര് തന്നെയായിരിക്കും? പ്രൈം മിനിസ്റ്റർ തന്നെയായിരിക്കും. നീതി ആയോഗിന്റെയും ചെയർമാൻ പ്രൈം മിനിസ്റ്റർ തന്നെയായിരിക്കും. ഓക്കെ സ്റ്റുഡൻസ്, അപ്പോൾ ഇന്ന് നമ്മൾ പഠിച്ചത് പ്ലാനിങ്ങിനെ സംബന്ധിച്ചാണ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏറ്റവും പ്രാധാന്യമുള്ള പോയിന്റ്സ് മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഇന്നത്തെ വീഡിയോ അവതരിപ്പിച്ചിട്ടുള്ളത്. തീർച്ചയായും വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നു എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ആദ്യമായി വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം കാണുന്ന ബെല്ലൈക്കൺ ഓൾ എന്ന് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഇനിയുള്ള എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയി ലഭിക്കുന്നതായിരിക്കും. നിങ്ങളുടെ വിലയേറിയ കമന്റ്സുകൾ രേഖപ്പെടുത്തുക. നിങ്ങളുടെ സുഹൃത്തുക്കളുമായി വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത്. ഓക്കെ സ്റ്റുഡൻസ്, ഇനി നമുക്ക് വീണ്ടും പുതിയൊരു വീഡിയോയുമായി കണ്ടുമുട്ടാം. അതുവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.